ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് നമ്മൾ പ്രധാനമായിട്ടും പാർട്ട്ണർഷിപ്പിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ GST രജിസ്ട്രേഷൻ എടുക്കാനായിട്ട്, പ്രത്യേകിച്ച് ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ എടുക്കാൻ, പുതിയ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയണ്ടായി നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് തന്നെ GST അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം പറയണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വന്നൊരു സംശയമാണ്, അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ലേ, നമുക്ക് തന്നെ സാധിക്കുമോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കണ്ടായി. അപ്പോൾ നമുക്കത് ചുരുക്കി പറയാം. കാരണം അത് നമുക്ക് എടുക്കാം, കുറച്ച് ക്ഷമ വേണം എന്നേ ഉള്ളൂ. അതിൽ നമ്മൾ ഈ പറയുന്ന മുന്നേ പറഞ്ഞിട്ടുള്ള GST സൈറ്റായിട്ടുള്ള gst.gov.in പോയിട്ട് അവിടെ സർവീസസ് നമ്മൾ ചൂസ് ചെയ്യുക. അതിൽ ന്യൂ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന് ന്യൂ രജിസ്ട്രേഷൻ, രണ്ട് സ്റ്റേജ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അതിൽ ന്യൂ രജിസ്ട്രേഷനിൽ പോയിട്ട് ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അയാമേ ടാക്സ് പേയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ സാധാരണ ചൂസ് ചെയ്യുക. പിന്നെ അതിൽ നമ്മുടെ പാൻ കാർഡ് നമ്പർ, ബിസിനസ് നെയിം, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ കൃത്യമായിട്ടുള്ള ഇമെയിൽ ID, കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പർ, ഇത് രണ്ടിലേക്കും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് OTP വരും, ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മളത് പ്രൊസീഡ് ചെയ്യുമ്പോൾ, ഈ OTP വിത്ത് നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് ടെമ്പററി റെഫറൻസ് നമ്പർ നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ നമുക്ക് ടെമ്പററി റെഫറൻസ് നമ്പർ കിട്ടും, TRN നമ്പർ എന്ന് പറയും. ഈ TRN നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അതിൽ നമ്മുടെ മുന്നേ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ള ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അതിൽ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് 10 സ്റ്റേജ് ഉണ്ട് പല കാര്യങ്ങളായിട്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് മെയിനായിട്ട് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം റെൻ്റ് എഗ്രിമെൻറ്റ്, അതുപോലെ ബിൽഡിംഗ് ടാക്സ്, ഇതൊക്കെ നമ്മൾ ഇതിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റേജ് കൂടി നമ്മൾ കംപ്ലീറ്റഡ് ആകുമ്പോൾ 100% കംപ്ലീറ്റ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. സോ GST പറ്റി ഇങ്ങനെ കൂടുതൽ അറിയാനായിട്ട് സ്റ്റേ ട്യൂൺഡ് വിത്ത് ക്യാപിടാക്സ് ഇന്ത്യ. താങ്ക് യു.